തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ആശാ വർക്കേഴ്സിനോട് സമരപ്പന്തലിലെ ടാർപോളിൻ പൂർണ്ണമായും മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ഇന്ന് പുലർച്ചെ പന്തലിലെ ടാർപോളിൻ പോലീസ് അഴിച്ചു മാറ്റിയതിന് പിന്നാലെയാണ് ഈ നിർദ്ദേശം കൂടി. അവൾ ചാറ്റൽ മഴ പെയ്തു. ഈ മഴയിൽ കുതിർന്നാണ് ഇപ്പോൾ സമരക്കാർ അവിടെ ഇരിക്കുന്നത്. സലീം മാലിക് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നു. സലീം, യഥാർത്ഥത്തിൽ ഈ അവരോടൊരു അനുഭാവം പ്രകടിപ്പിക്കണമെന്ന് പറയുമ്പോൾ കോടതിയുടെ ഇടപെടലും അതുപോലെ തന്നെ പോലീസ് തീരുമാനമൊക്കെ ഉണ്ടെന്ന് പോലീസുകാർ പറയാൻ സാധ്യതയുണ്ട്. എന്നാലും അവർ ഒട്ടും മഴ നനയാതിരിക്കാനുള്ള അവരുടെ ശ്രമത്തെ തച്ച് തകർക്കേണ്ട ആവശ്യമുണ്ടോ പോലീസിനെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പറയൂ സലീം. ഉറപ്പായും ഇവരോടൊരു അനുഭാവപൂർണ്ണമായ സമീപനം വേണ്ട. എന്തിനാണ് ഇവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഉയരുന്ന ചോദ്യം. കാരണം രാത്രിയിലെ കാഴ്ച നമ്മൾ ഒരിക്കൽ കണ്ടതാണ്. രാത്രി ശക്തമായ മഴയായിരുന്നു, അതിശക്തമായ മഴയായിരുന്നു ഇന്നലെ പുലർച്ചെ 3 മണിയോടൊക്കെ. ആ സമയത്താണ് ഇവിടെ മഴ നനയാതിരിക്കാൻ കെട്ടിയിരുന്ന ടാർപോളിൻ അഴിച്ചു മാറ്റിയത്. പക്ഷെ അതുകൊണ്ടും പോലീസിന്റെ കലി തീരുന്നില്ല എന്നുള്ളതാണ്. ഇവർ ടാർപോളിൻ ഇവിടെ കെട്ടാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെ മഴ പെയ്തപ്പോൾ ഇവിടെ ഈ ടാർപോളിൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരുടെ തലയ്ക്ക് മുകളിലൂടെ ഓരോരുത്തർ ചേർന്ന് കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു ഇരിക്കുന്നത്. പക്ഷെ അതിന് പോലും പോലീസ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് ഇങ്ങനെയൊക്കെ ഇവരെ ദ്രോഹിക്കുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തതയുമില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെയുള്ള സാധാരണഗതിയിൽ ഇവിടെ സ്ഥിരമായി തെളിഞ്ഞു കത്തിക്കൊണ്ടിരുന്ന തെരുവ് വിളക്കുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്തേത് മാത്രം കത്തുന്നില്ല. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ തെരുവിളക്കുകൾ മാത്രം കത്താതെയാകുന്നത് എന്തായാലും നിഷ്കളങ്കമല്ല എന്നുള്ളത് നമുക്കറിയാം. അതിന് പിന്നാലെയാണ് ഈ സമരക്കാർ പിന്തിരിഞ്ഞു പോകുന്നില്ല എന്ന് കണ്ട് വീണ്ടും അവരെ ഉപദ്രവിക്കുന്നത്. മാത്രമല്ല കോടതി ഉത്തരവെന്നൊക്കെ സർക്കാരിനും പോലീസിനും ഒക്കെ പറയാം. പക്ഷേ കഴിഞ്ഞ ദിവസം ജോയിന്റ് കൗൺസിൽ ഇവിടെ ഒരു സമരപ്പന്തൽ കെട്ടിയപ്പോൾ അതൊരു പന്തൽ സ്റ്റേജാണ് കിട്ടിയത്. അന്നൊരു കോടതി ഉത്തരവും ഇല്ലായിരുന്നു. മാത്രമല്ല അതല്ലാതെ തന്നെ പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ ഇവിടെ സമരം നടത്തുമ്പോഴൊന്നുമില്ലാത്ത കോടതി ഉത്തരവ് ഈ പാവം ആശാ വർക്കർമാർ സമരം നടത്തുമ്പോൾ മാത്രം ഉണ്ടാകുന്നത് എങ്ങനെയെന്നുള്ളതും ഒരു ചോദ്യമാണ്. ചേച്ചി, ഇപ്പോൾ രാവിലെ നിങ്ങൾ കെട്ടിയിരുന്ന പന്തൽ അഴിപ്പിച്ചു, അതിനുശേഷം കയ്യിലും പിടിക്കാൻ പറ്റില്ലെന്നാണോ ഇപ്പോൾ പറയുന്നത്? പിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്താ പോലീസ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക്? ഇവിടെ ടാർപ്പ കെട്ടാൻ പറ്റില്ല എന്നുള്ള രീതി. ഞാൻ സുഖമില്ലാത്തതുകൊണ്ട് വൈകുന്നേരം പോകുന്ന ഒരു വ്യക്തിയാണ്. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ നിന്നിട്ടുണ്ട്, പക്ഷെ ഇന്നലെ ഞാൻ നിന്നില്ല. അപ്പൊ ഇവിടെ എന്തോ ചേച്ചി ഇപ്പൊ രാവിലെ പറഞ്ഞത്, രാത്രി പറഞ്ഞത് നമ്മൾ അറിഞ്ഞിരുന്നു, ഇപ്പൊ പറഞ്ഞത് എന്താ? ഇപ്പോൾ പറഞ്ഞ് ടാർപ്പ കെട്ടാൻ പറ്റത്തില്ല. ഞങ്ങൾ ടാർപ്പ കെട്ടി സമരം ചെയ്യുന്നവരല്ല. ഈ അതിശക്തമായ മഴയെ നേരിടാൻ വേണ്ടി താൽക്കാലികമായ ഒരു കൂടാരം ഒരുക്കി എന്നല്ലാതെ ഞങ്ങൾ ടാർപ്പ കെട്ടി സമരം ചെയ്യുന്നവരല്ല. ഇവിടെ മറ്റുള്ളവർക്കെല്ലാം സ്റ്റേജ് വരെ കെട്ടി സമരം ചെയ്യാം. ഞങ്ങൾ കുറച്ച് സ്ത്രീജനങ്ങൾ മഴയെ നേരിടാൻ വേണ്ടി താൽക്കാലികമായിട്ടൊരു ടാർപ്പ വെച്ചപ്പോഴത്തേക്ക് അത് അവർക്ക് ഉടനെ അടിച്ചു മാറ്റണം, അതും പെരുമഴയത്ത്. ചേച്ചി അപ്പൊ പറഞ്ഞിരുന്നില്ലേ നിങ്ങളെ കെട്ടിയിട്ടില്ല, ഇപ്പൊ കൈ പിടിച്ചിട്ടേ ഉള്ളൂ? പറഞ്ഞു പെർമനന്റ് ആയിട്ട് കെട്ടിയതല്ല, താൽക്കാലികമായിട്ടാണ്. മഴ തോരുമ്പോഴത്തേക്കും മാറ്റാമെന്ന് പറഞ്ഞു. പക്ഷെ പറ്റില്ല, മാറ്റാൻ പറഞ്ഞു. അങ്ങനെ SKN ഇവരെ ദ്രോഹിക്കുന്നതിന്റെ പരമാവധി എന്തായാലും ദ്രോഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചേച്ചി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് ലൈറ്റ് കത്തുന്നില്ല, ഇപ്പോൾ ടാർപ്പയും കെട്ടാൻ പറ്റുന്നില്ല, ഇനി ഒരുപക്ഷെ കുട പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ഈ സർക്കാർ പറയുന്നത് ആശാവർക്കർമാരുടെ സമരത്തെ പേടിയില്ല എന്നുള്ളതാണ്. പക്ഷേ വല്ലാതെ ഭയക്കുന്നു എന്ന് തോന്നുന്നു. സർക്കാർ പ്രതികാര നടപടി ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭയന്ന് പോവുകയാണോ? ഞങ്ങൾ ഭയക്കുന്നില്ല എന്നുള്ളത് നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കില്ലേ. ഞങ്ങൾ ഈ ചാനലുകളുടെ സർവൈലൻസിൽ തന്നെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളാരും ഭയക്കുന്നില്ല. സർക്കാർ നന്നായിട്ട് ഭയന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളെല്ലാം നടത്തുന്നത്. പക്ഷേ നമ്മൾ ഇതിനകത്തുനിന്ന് പിന്മാറില്ല എന്ന് ഇപ്പോഴും ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. പക്ഷേ ഇവരുടെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ച് ഇത് പരാജയപ്പെടുത്തുകയാണെങ്കിൽ പരാജയപ്പെടുന്നത് ഞങ്ങളല്ല, അത് ഞങ്ങൾക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇവരാണ് പരാജയം. ഇവർ സമരവിരുദ്ധരാണെന്നും സാധാരണ ജനങ്ങളോടൊപ്പം അല്ല എന്നുള്ളതും പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയ്ക്ക് രാത്രിയിൽ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ കുടയില്ലാതെ ഇങ്ങനെ ടാർപ്പ പോലും കെട്ടാൻ പറ്റാതെ ഇവിടെ കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടോ? അപ്പോൾ സമരത്തിന് രാത്രിയിൽ ആളില്ലാത്തൊരു സാഹചര്യം വരുമോ? ഇല്ല, അത് കൂടി വരും. നോക്കിക്കോ, അടുത്ത ദിവസങ്ങളിൽ നോക്കിക്കോ, ഇവിടെ സമരത്തിന് രാത്രിയിൽ വരുന്ന ആളുകളുടെ എണ്ണം കൂടും. അങ്ങനൊന്നും പേടിച്ച് പിന്മാറത്തില്ല. ഞങ്ങൾ ഈ സമരങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരു വർഷം ഡൽഹിയിൽ സമരം നടത്തിയ കർഷകർ 755 പേര് ആ ഭൂമി മരിച്ചു വീഴുന്നത് കണ്ടാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഞ്ഞും അതുപോലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളുണ്ടായി. എന്നിട്ട് അവർ തിരിച്ചുപോയോ? ഇതൊക്കെ സമരത്തിന് ഊർജ്ജം നൽകുന്ന കാര്യങ്ങളായി. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. കള്ളങ്ങൾ, ഇങ്ങനെ കള്ളം പറയാമോ ഇവർക്ക്? SKN അത് തന്നെയാണ്. കഴിഞ്ഞ 21 ദിവസമായി സമരം ഇവിടെ നടക്കുന്നു. ആ 21 ദിവസമായി നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടയിൽ ഈ സമരക്കാർ ഒരു വെള്ളാരം കല്ല് പോലും എടുത്ത് സെക്രട്ടേറിയറ്റിന്റെ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് എറിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. അങ്ങനെയുള്ള ഈ സമരക്കാർക്ക് നേരെ എന്തുകൊണ്ട് സർക്കാർ ഇങ്ങനെ, പോലീസ് ഇങ്ങനെ നടപടി ചെയ്യുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് സമരത്തിന്റെ ഊർജ്ജം കൂടി വരികയുള്ളത്. ഏത് സമരമായാലും, അത് ആശാ വർക്കേഴ്സിന്റേതെന്നല്ല, എവിടെ നടക്കുന്ന സമരമായാലും പ്രതികാര നടപടികൾ കൈക്കൊള്ളുന്നതിനനുസരിച്ച് സമരം ശക്തി ആർജിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് നമ്മുടെ മുൻകാല അനുഭവങ്ങളെല്ലാം ഉള്ളത്. നാളെ
നാളെ നിയമസഭയിലേക്ക് ഒരു മാർച്ച് കൂടി നടത്തുന്നുണ്ട്. അതിന് കൂടുതൽ ആളുകളെ കൂടി എത്തിക്കാനും നാളെ മുതൽ രാത്രി കാലങ്ങളിലും കൂടുതൽ ആളുകളെ എത്തിക്കാനുമാണ് ഇപ്പോൾ ആശാ വർക്കേഴ്സ് ലക്ഷ്യമിടുന്നത്. SK. ഓക്കെ, താങ്ക് യു. നമുക്കൊന്നേ പറയാനുള്ളൂ, വിനാശകാലേ വിപരീത ബുദ്ധി.